തുടർച്ചയായി മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. അത് ഒരു പക്ഷേ ഈ കോൺഗ്രസിൻ്റെ തമ്മിലടി കൊണ്ടാവാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. ഇടതുപക്ഷത്തിൻ്റെ തന്ത്രപരമായ നീക്കങ്ങൾ ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ എന്നും പറയുന്നുണ്ട്. എന്തായിരിക്കും ഇനി ഇതിന് നടക്കാൻ പോകുന്ന കാര്യം? തീർച്ചയായിട്ടും കോൺഗ്രസ്സിൽ ഇപ്പോൾ തമ്മിലടി രൂക്ഷമായി. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി എല്ലാവരും കച്ചകെട്ടി പുറത്തിറങ്ങിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ, ശശി തരൂർ, പി ജെ കുര്യൻ, പിന്നെയുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, സുധീരൻ, അടൂർ പ്രകാശ്, കെ സുധാകരൻ, 10 പേരോളം ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കുപ്പായം തുന്നിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണം കിട്ടുമെന്ന് അറിയത്തില്ല. ലീഗ് ആകെ പ്രാന്തായി. ആകെപ്പാടെ കുഞ്ഞാലി സാഹിബൊക്കെ വെളിവ് കെട്ടിരിക്കുകയാണ്. കാരണം അധികാരമില്ലാതെ അവർക്കിനി ഒരു നിമിഷം പോലും പിടിച്ചിരിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ പിണറായി സർക്കാരിന് നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം അവർക്ക് ഭരണത്തിലെത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. BJP ആകട്ടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ഒരു പദ്ധതിയുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും LDFനെ സഹായിച്ചാൽ, LDFനെ അധികാരത്തിലെത്താൻ സഹായിച്ചു കഴിഞ്ഞാൽ BJPക്ക് ഒരു 3-4 സീറ്റുകൾ LDF സഹായിച്ച് കൊടുക്കാമെന്നുള്ളൊരു ധാരണയിലെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ നിയമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും അങ്ങനെയൊക്കെ കുറേ മണ്ഡലങ്ങളുണ്ടല്ലോ. അതുപോലെ മഞ്ചേശ്വരം, തൃശ്ശൂർ മണ്ഡലങ്ങൾ, ഇതിലേതിലെങ്കിലും ജയസാധ്യതയുള്ളൊരു 3-4 സ്ഥലത്ത് BJPയെ ഒന്ന് സഹായിച്ചു കൊടുത്താൽ പകരം BJP കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുള്ളിടത്ത് CPMന് വോട്ട് ചെയ്ത് CPMനെ വിജയിപ്പിക്കുക എന്നുള്ളൊരു ധാരണയിലേക്ക് എത്താനുള്ളൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അതുമാത്രമല്ല, ഇനിയിപ്പോൾ അങ്ങോട്ട് ഈ ഭരണം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് പെൻഷൻ തുക 2000 വർദ്ധിപ്പിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ 4-5 മാസത്തെ കുടിശ്ശിക ഇട്ടിട്ട് ഒരു 10,000 രൂപ വെച്ച് എല്ലാവരുടെയും കൈകളിൽ എത്തിച്ചു കഴിഞ്ഞാൽ വോട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ കിറ്റിൻ്റെ വലിപ്പം കൂട്ടും. അതായത് അരിയും പഞ്ചസാരയും മണ്ണെണ്ണയും എല്ലാം കൂടെ ചേർന്ന് വരുന്നതിനകത്ത് 1-2 ഐറ്റം കൂടെ കൂടുതലിട്ട് ഒരു കിറ്റും ഈ സമയമാകുമ്പം എന്തെങ്കിലും ഒരു ചെറിയ സഹായം എന്നുള്ള രീതി റേഷൻ കടകൾ വഴി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി വോട്ട് കിട്ടും. പിന്നെ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ ന്യൂസ് മലയാളം 24/7 പോലെയുള്ള മാധ്യമങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. MLA എന്ത് ചെയ്തു എന്ന പരിപാടി. അപ്പോൾ അത് MLAമാർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കുക, ഈ നാം മുന്നോട്ട് പോലെയുള്ള പരിപാടികൾ കൂടുതലായി കൊണ്ടുവരിക. അങ്ങനെ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം ജനങ്ങളിൽ എത്തിച്ചതിന് ശേഷം ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കും. മൂന്നാമതും പിണറായി ഭരണം, മൂന്നാമതും തുടർ ഭരണം കേരളത്തിൽ എന്നും പറഞ്ഞൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുമ്പോൾ കേരളത്തിലെ വോട്ടർമാരെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്. അവർ ചെയ്യുന്ന സ്ഥാനാർത്ഥി ജയിച്ചില്ലെങ്കിൽ വോട്ട് പാഴായി എന്ന് പറയുന്നൊരു സമൂഹമാണ് കേരളത്തിലുള്ളത്. അതായത് ഇപ്പം പ്രതിഷേധം എന്ന നിലയിൽ പോലും ആരും വോട്ട് ചെയ്യാൻ തയ്യാറാവില്ല. ഒരു വോട്ട് ചെയ്തിട്ട് ആ MLA അയാളല്ല MLA ആയി തിരഞ്ഞെടുക്കപ്പെടുന്നെങ്കിൽ തോറ്റ ആളിനോട് എന്ന് പറയുന്നത് ഞങ്ങളുടെ വോട്ട് പാഴാക്കി കളഞ്ഞല്ലോ എന്ന് പറയുന്നൊരു രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ LDF തന്നെ അധികാരത്തിൽ വരുമെന്ന് കേൾക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ സ്വാഭാവികമായും പാർട്ടി അല്ലാതുള്ള ആൾക്കാരെല്ലാം, നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരെല്ലാം നമ്മൾ വെറുതെ വോട്ട് പാഴാക്കണ്ടല്ലോ എന്ന് കരുതി LDFന് വോട്ട് ചെയ്യുകയും LDF മൂന്നാമത് അധികാരത്തിൽ വരികയും ചെയ്യും. ഏകദേശം 80ഓളം സീറ്റുകളിൽ വ്യക്തമായ ആധിപത്യം LDFനുണ്ട്. ഏകദേശം 10,000-ന് മുകളിൽ ഭൂരിപക്ഷമുള്ള 80ഓളം സീറ്റുകളുണ്ട്. ഈ സീറ്റുകൾ നിലനിർത്തിയാൽ തന്നെ LDFന് പുഷ്പം പോലെ അധികാരം പിടിക്കാൻ കഴിയും. ബാക്കിയുള്ള സീറ്റുകളിലാണ് 5,000-ൽ താഴെ ഭൂരിപക്ഷമുള്ളത്. അവിടെയും നല്ല രീതിയിലൊന്ന് ശ്രമിച്ചാൽ 1-2 സീറ്റുകൾ കൂടി നേടിയാൽ വളരെ വ്യക്തമായൊരു ആധിപത്യം കിട്ടും. അപ്പോൾ ലീഗായിരിക്കും ആകെ പരുങ്ങലിലാകുക. കാരണം ലീഗിന് പിന്നെ ഇങ്ങോട്ട് ചാടാതെ നിർവാഹമില്ല. കാരണം അവർക്കിനി അധികാരമില്ലെങ്കിൽ ഈ കടലിൽ നിന്ന് പിടിച്ച് കരക്കിട്ട മത്സ്യത്തെ പോലെയാണ് കുഞ്ഞാലി സാഹിബും കൂട്ടരും കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത തവണയും ഭരണം ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം പിടഞ്ഞു മരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗ് സ്വാഭാവികമായും LDFിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് ഏറെക്കുറെ പ്രാവർത്തികമാകുമെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും ലീഗ് LDFിലേക്ക് പോകാനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അത് പ്രാവർത്തികമാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പിണറായി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ പിടിപ്പുകേട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് MLAമാർ വേണ്ട, മുഖ്യമന്ത്രിമാർ മാത്രം മതി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കോൺഗ്രസ് എത്ര സീറ്റിൽ മത്സരിക്കുന്നു അതിൻ്റെ പകുതിയിലധികം ആളുകളും ഞാനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാകുന്ന ആളുകളാണ്. അപ്പോൾ ഈ കോൺഗ്രസ് വെറും ഒരു കോമാളികളുടെ കൂട്ടമായിട്ട് ആണ് പൊതുജനം ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ വിലയിരുത്തുന്നത്. കാരണം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ആ തെരഞ്ഞെടുപ്പിൽ എത്ര MLAമാർ കിട്ടുന്നു ആ MLAമാരെല്ലാവരും കൂടി തിരഞ്ഞെടുക്കുന്നതാണ് മുഖ്യമന്ത്രി ആര് എന്നുള്ളത്. എന്നാലും പാർട്ടിക്കൊരു ധാരണയുണ്ടാവും ഏതെങ്കിലും ഒരാളെ മുഖ്യമന്ത്രിയാക്കാം എന്നുള്ളത്. കർണാടകത്തിൽ തന്നെ DK ശിവകുമാറും സിദ്ധരാമയ്യയും കൂടെ രണ്ടുപേരും അവസാനം ഘട്ടത്തിൽ ഞാനാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് അവസാനം ഹൈക്കമാൻഡ് പറയുന്നു സിദ്ധരാമയ്യ ആവട്ടെ, പകുതി കഴിയുമ്പം DKക്ക് ആവാം എന്ന് പറയുമ്പോൾ DK പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പിണങ്ങി പോകുന്ന കുട്ടികളെ പോലെ പിണങ്ങി പോകുന്ന
നിങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് BJP അവിടെ ഭരിച്ച് BJP എങ്ങനെയെങ്കിലും തുരത്താന്ന് പറഞ്ഞ് കുറേ അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ച് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് കർണാടകത്തിൽ ഈ പറഞ്ഞ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നത്. പക്ഷെ അവിടെ പോലും അവർക്കിടയിൽ അടിയാണ്. അപ്പോൾ അതിൻ്റെ 4 ഇരട്ടി അടി ഇവിടെ കേരളത്തിലുണ്ടാവും എന്നുള്ളതാണ് അവസ്ഥ. കേരളത്തിൽ ചെന്നിത്തല ഇപ്പോഴേ മുഖ്യമന്ത്രിയാണ്, പിന്നെ VD സതീശൻ ഇപ്പോഴേ മുഖ്യമന്ത്രിയാണ്. അങ്ങനെ വാളെടുത്തവൻ വെളിച്ചപ്പാട് എന്ന് പറയുന്ന പോലെ ഇവരെല്ലാവരും ഇപ്പോഴേ മുഖ്യമന്ത്രിയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല, എത്ര സീറ്റ് കിട്ടും എന്നതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വരും, ഞങ്ങൾ ഇന്നയാളാണ് മുഖ്യമന്ത്രി. മറ്റേ നമ്മുടെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ വെല്ലുവിളി വരെ ഏറ്റെടുത്തിട്ടുണ്ട് VD സതീശൻ. ഞങ്ങൾ അധികാരത്തിൽ വരും, അധികാരത്തിൽ ഞങ്ങൾ വന്നില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നുള്ളതാണ് ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് സതീശൻ പറഞ്ഞിട്ടുള്ള കാര്യം. സതീശൻ ഇപ്പോഴും രാഷ്ട്രീയ സമവാക്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ സതീശൻ വലിയ നേതാവാണ് എന്ന് സതീശന് ചുറ്റും നിൽക്കുന്ന കുറേ അനുയായികളും മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ജനങ്ങൾക്കത് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് ഇവിടെ കേരളത്തിൽ. അപ്പോൾ നമ്മുടെ ഈ ഭരിക്കുന്ന പാർട്ടി, ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് മുന്നണി ആയിക്കോട്ടെ, ആ പാർട്ടിയുടെ അവസാനത്തെ ഒരു വർഷമാണ് അവരുടെ നല്ലതും ചീത്തയും ഒക്കെ വിലയിരുത്തുന്ന ഒരു വർഷം. അത് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ ഒന്നാം പിണറായി സർക്കാർ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവസാന വർഷം കൊറോണ വന്നതോടുകൂടി ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഫലവത്താവുകയും അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് പിണറായി സർക്കാർ രണ്ടാമതും അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇനിയുള്ള ഈ ഒരു വർഷക്കാലം എന്താണ് പിണറായി സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്നതിനെ ആയിരിക്കും വിലയിരുത്തി ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത്. പക്ഷേ പിണറായി സർക്കാർ എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല എന്നത് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടാവണം. ശക്തമായൊരു പ്രതിപക്ഷം പിണറായി സർക്കാർ ഇനി ചെയ്യാൻ പോകുന്നതും ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെയും ഒക്കെ നല്ലതിനപ്പുറത്തേക്ക് അതിൽ എന്താണ് തെറ്റ് എന്ന് ചൂണ്ടിക്കാണിച്ച് ഈ പ്രതിപക്ഷം കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ പിണറായി സർക്കാർ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല, അവർ പറയുന്നത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സമരമോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രചാരണ രീതിയോ ഒക്കെ തുടങ്ങിയില്ല എങ്കിൽ അവർക്ക് അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ സർക്കാരുകളും ചെയ്യുന്നതാണ് അവരുടെ നല്ല കാര്യങ്ങൾ മുഴുവൻ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് പ്രചരണം നടത്തുക എന്നുള്ളത്. അതിന് PRD വകുപ്പ് കൃത്യമായിട്ട് അവർക്ക് ഫണ്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട്. ഇത്തവണയും അത് തന്നെ ചെയ്യും. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പിണറായി സർക്കാർ അത് ചെയ്യും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അത് തെറ്റാണെങ്കിൽ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു പ്രതിപക്ഷം നമുക്കില്ലാത്തിടത്തോളം കാലം പിണറായി സർക്കാരിന് മൂന്നാമതും അധികാരത്തിലേക്ക് എത്താൻ നിസ്സംശയം വഴികൾ തെളിയും എന്നുള്ളതാണ് നമ്മൾ പറയേണ്ട ഒരു കാര്യം. അതിന് പ്രധാന കാരണം ഈ പറഞ്ഞത് കോൺഗ്രസിൻ്റെ പിടിപ്പുകേടും ഒരു UDF എന്ന് പറയുന്ന സംവിധാനത്തിനെ കൃത്യമായിട്ട് ഏകോപിപ്പിച്ച് കൊണ്ടുപോയിട്ട് അതിനൊരു നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കോൺഗ്രസിന് മാറാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഷിബു ബേബി ജോൺ LDFിലേക്ക് പോകുന്നു. എന്തുകൊണ്ട് ഷിബു ബേബി ജോൺ LDFിലേക്ക് പോകുന്നു എന്നുള്ള എല്ലാവർക്കും അധികാരമാണ് പ്രശ്നം. ഷിബു ബേബി ജോണിൻ്റെ കാര്യവും അതുതന്നെയാണ്. അവരുടെ രാഷ്ട്രീയ പാർട്ടി ചുരുങ്ങി ഇല്ലാതാവുന്ന ഘട്ടത്തിൽ നേതാക്കന്മാർ ആകെ ഉള്ള 3 നേതാക്കന്മാർ 3-4 നേതാക്കന്മാർക്ക് അവർക്ക് കൃത്യമായിട്ട് സ്ഥാനമാനങ്ങൾ വേണം. കഴിഞ്ഞ 10 വർഷമായിട്ട് വെറുതെ ഷെഡിൽ കിടക്കുന്ന വണ്ടി പോലെയാണ് അവർ. അവർക്ക് റോഡിലിറങ്ങിയാൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പം ഇവർക്ക് അധികാരം വേണം എന്നുണ്ടെങ്കിൽ ഇനി LDFിനോടൊപ്പം ചേർന്നാലേ സാധിക്കൂ എന്നവർക്ക്. ലീഗിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. ലീഗിനും 10 വർഷമൊന്നും അധികാരം ഇല്ലാണ്ട് ലീഗിനും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി LDFിനോടൊപ്പം ചെയ്യാം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സതീശൻ കണ്ട സ്വപ്നങ്ങൾക്കപ്പുറത്തേക്ക് UDFിൽ നിന്ന് പല കക്ഷികളും LDFിലേക്ക് പോകുന്നു അല്ലാതെ LDFിൽ നിന്ന് അധികം കിട്ടാൻ പോകുന്ന അധികാരം കളഞ്ഞിട്ട് ഒരു മുന്നണി ആരെങ്കിലും അധികാരമില്ലാത്തൊരു മുന്നണിയോടൊപ്പം ചേരും എന്നെനിക്ക് തോന്നുന്നില്ല ഒരു പാർട്ടിയും. അപ്പം ഈ പറഞ്ഞ CPIയെ വലിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പണിയിൽ കുറച്ച് പണി ലീഗും ഷിബു വിഭജന പോലുള്ള പാർട്ടികൾ അങ്ങോട്ട് പോകാതിരിക്കുന്നത് നോക്കാനാണ് സതീശൻ ഉൾപ്പെടെയുള്ളവർ ചെയ്യേണ്ടത്. എന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വീണ്ടും പ്രതിപക്ഷത്തെ ശക്തമായിട്ടിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.